ഒരു നേന്ത്രവാഴത്തോട്ടമാണ് ഈ കാണുന്നത്. പല പ്രായത്തിലുള്ള ഏത്തവാഴകൾ ഈ തോട്ടത്തിലുണ്ട്. 80 വയസ്സ് പിന്നിട്ട ലൂക്കച്ചായൻ തന്റെ വാഴത്തോട്ടത്തിൽ നിന്നും വിളവെടുത്ത വാഴക്കുലകളുമായി ജീവിത പങ്കാളി മോളി ലൂക്കിനും പണിക്കാരനുമൊപ്പം കയറി വരുന്ന ദൃശ്യമാണിത്. ഇതാണ് ലൂക്കച്ചായന്റെ മനോഹരമായ വീട്. പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ കൃഷിഭവൻ പരിധിയിൽ വെണ്ണിക്കുളത്താണ് മുതിർന്ന കർഷകനായ അയ്യൻകോവിൽ ലൂക്ക് താമസിക്കുന്നത്. ഞാനൊരു പ്രവാസിയായിരുന്നു. 10-28 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിലെത്തി. ആ കാലയളവിലാണ് വാനില ഈ രാജ്യത്ത് കേരളത്തിൽ ഇറങ്ങിയത്. ഞാൻ വാനില കൃഷി എൻ്റെ 5 ഏക്കർ സ്ഥലത്ത്, ഞാൻ താമസിക്കുന്ന സ്ഥലം 5 ഏക്കർ സ്ഥലമാണ്. 5 ഏക്കർ സ്ഥലത്ത് ഞാൻ വാനില കൃഷി ചെയ്തു. എനിഹാവ് അത് നഷ്ടത്തിലോട്ട് അവസാനിച്ചു. എന്നാലും ഞാൻ ആ കൃഷി പരാജയം അനുഭവപ്പെട്ടാലും കൃഷി കാര്യങ്ങളിൽ തന്നെ തുടരാനായിട്ട് തീരുമാനമെടുത്തു. ഞാൻ പുതിയ കൃഷിയിലേക്ക് മാറി വന്നു. അത് ഏത്തവാഴ കൃഷിയാണ് ആദ്യമായി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കവുങ്ങുണ്ട്. കവുങ്ങ് കൃഷി ഏകദേശം കുള്ളൻ ഒരു 10-400 വെച്ചു. 3-ാം വർഷത്തിൽ 4-ാം വർഷത്തിൽ കായ്ക്കുന്ന ഫലത്തോടു കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതിനുശേഷമാണ് ഏത്തവാഴ കൃഷി തുടങ്ങിയത്. ഏത്തവാഴ കൃഷി തുടങ്ങിയ കാലയളവിൽ മഞ്ചേരിക്കുളവും നാടൻ മല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടുന്ന വിത്തും ടിഷ്യൂ കൾച്ചറുമായിട്ട് പല ഘട്ടമായിട്ട് ഏകദേശം 12,000 വാഴകൾ വെച്ചു. അത് ഞാൻ തനിയാണ് ഇത് വെട്ടുന്നതും ഏത് സമയത്തും എൻ്റെ ഭവനത്തിൽ ഏത്തക്കൊല സഫിഷ്യൻ്റായിട്ട് കൊടുക്കുവാനും അതിൽ നിന്ന് പ്രയോജനം, അതിൻ്റെ കൂമ്പ് ഒക്കെ പ്രയോജനമായ സാധനങ്ങളാണ്. ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക, മാർക്കറ്റിൽ കൊടുക്കുക. ഇത് ഞങ്ങൾക്കൊരു ഹാരമായി. 80 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യപരമായി ഞാൻ ഈ കൃഷി തുടങ്ങിയാൽ പിന്നെ എനിക്ക് യാതൊരുവിധമായ രോഗങ്ങളുമില്ല. വളരെ ബലത്തോടുകൂടി താല്പര്യത്തോടുകൂടി ചെയ്യുന്ന കൃഷിയാണ് ഇത്. ഒരു മാതൃകയായിരിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ലൂക്കച്ചായന്റെ പ്രധാന കൃഷി വാഴയാണ്. വാഴയിൽ നേന്ത്ര ഇനങ്ങൾ മാത്രമാണ് തോട്ടത്തിലുള്ളത്. മഞ്ചേരിക്കുള്ളൻ, മല്ലപ്പള്ളി നാടൻ, പിന്നെ ടിഷ്യൂ കൾച്ചർ നേന്ത്രൻ എന്നിവയാണ് വാഴയിനങ്ങൾ. വാഴകളെ കൃത്യമായി പരിചരിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ലൂക്കച്ചായൻ വരുത്താറില്ല. തോട്ടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കും. കേടായ വാഴകളെ തോട്ടത്തിൽ നിന്നും ഉടൻ നീക്കം ചെയ്യും. ഉണങ്ങിയ വാഴയിലകൾ അപ്പപ്പോൾ നീക്കം ചെയ്യും. ലൂക്കച്ചായന്റെ ജീവിത പങ്കാളി മോളി അമ്മാമ്മയും കൃഷികാര്യങ്ങളിൽ ഒപ്പം കൂടും. 2 മാസം പ്രായമെത്തിയ വാഴകളാണിത്. നേന്ത്രവാഴയ്ക്ക് മാസത്തിൽ 1 തവണ എന്ന കണക്കിലാണ് വളപ്രയോഗം. ജൈവവളവും രാസവളവും നൽകും. ഇപ്പോൾ ഈ കാണുന്ന വാഴകൾക്ക് ഫാക്ടം ഫോസും പൊട്ടാഷുമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. വളമിട്ടാൽ മണ്ണടുപ്പിക്കണം. ഒട്ടുമിക്ക പണികളും ലൂക്കച്ചായൻ സ്വന്തമായി തന്നെയാണ് ഈ പ്രായത്തിലും ചെയ്യുന്നത്. വളമിട്ട് കഴിഞ്ഞ് ചെറിയ ഒരു നന അത്യാവശ്യമാണ്.
കൃഷികാര്യങ്ങളൊക്കെ കൃഷിഭവൻ ഉദ്യോഗസ്ഥരാണ് ലൂക്കച്ചായന് പറഞ്ഞു കൊടുക്കുന്നത്. മിക്കപ്പോഴും എഴുമറ്റൂർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷിയിടത്തിലെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. ചിത്രീകരണ ദിവസവും കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മികച്ച വെറ്ററൻ കർഷകനാണ് നമ്മുടെ ശ്രീ ഈപ്പൻ ലൂക്ക്. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ലൂക്കച്ചായൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം ചെറുപ്പക്കാരെ പോലും തോൽപ്പിച്ചുകൊണ്ട് ഒരു ഊർജ്ജസ്വലതയോടെ 80-ാം വയസ്സിലും കൃഷി ഉപജീവനമാർഗമാക്കിയ ഒരു കർഷകനാണ്. പലതരത്തിലുള്ള ക്രോപ്സ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും വാഴയാണ് അദ്ദേഹത്തിൻ്റെ വിള എന്ന് പറയുന്നത്. അതിൽ നേന്ത്രൻ വെറൈറ്റീസാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 5 ഏക്കറിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം വരുന്നത്. അതിൽ നേന്ത്രവാഴയുണ്ട്, മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്ന വെറൈറ്റീസ് ഉണ്ട്, ലോക്കൽ വാഴയുടെ വെറൈറ്റീസും അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിടത്തിൽ വിപുലമായ ജലസേചന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ സംവിധാനമാണ് ഈ കാണുന്നത്. കൂടാതെ ഹോസ് വഴിയും ജലസേചനം നടത്താം. ജലസേചന യൂണിറ്റിനുള്ള സാമ്പത്തിക സഹായം എഴുമറ്റൂർ കൃഷിഭവനിൽ നിന്നാണ് ലൂക്കച്ചായന് ലഭിച്ചത്. മലയോര ഗ്രാമമാണ് എഴുമറ്റൂർ. വന്യമൃഗശല്യമുണ്ട്. അവയിൽ നിന്നും കൃഷിയെ രക്ഷപ്പെടുത്തുവാൻ കൃഷിയിടത്തിനു ചുറ്റുമായി സോളാർ വേലിയുണ്ട്. ഈ സംവിധാനത്തിനുള്ള സാമ്പത്തിക സഹായവും കൃഷിഭവനിൽ നിന്നും ലഭ്യമായി. നമ്മുടെ എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിലുള്ള എല്ലാ സ്കീംസുകളിലും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സാങ്കേതിക സഹായങ്ങളും സാമ്പത്തികമായിട്ടുള്ള സ്കീംസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അദ്ദേഹത്തിന് നമ്മൾ നൽകുന്നുണ്ട്. വാഴയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃഷി എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് കീഴിൽ ബനാന ഏരിയ എക്സ്പാൻഷൻ എന്ന പദ്ധതിയിൽ അദ്ദേഹത്തിന് സബ്സിഡി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴ കൊലകൾ കവർ ചെയ്യുന്നതിന് ബഞ്ച് കവർ എന്ന് പറയുന്നൊരു സ്കീമിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് കീഴിൽ ബഞ്ച് കവർ എന്ന സ്കീമിൽ അദ്ദേഹത്തിന് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കീഴിൽ നമ്മൾ സൂക്ഷ്മ ജലസേചനം, കണികാ ജലസേചനം എന്ന പദ്ധതിയിൽ ബനാന വിത്ത് ഇൻ്റഗ്രേഷൻ എന്ന കമ്പോണൻറ്റിൽ നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിൽ സോളാർ ഫെൻസിങ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതികളിലും ഒരു പ്രധാന ഗുണഭോക്താവാണ് നമ്മുടെ ലൂക്കച്ചായൻ. എല്ലാ വർഷവും വാഴവിത്ത് വിതരണം നമ്മൾ ഈ എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിളകളിലൊന്നാണ് വാഴ. അതുകൊണ്ട് തന്നെ വാഴവിത്ത് വിതരണം എന്നൊരു പദ്ധതി നമ്മൾ ജനകീയത്തിൽ എല്ലാ തവണയും വെക്കുന്നതാണ്. എല്ലാ തവണയും കൃത്യമായി നമ്മൾ വാഴവിത്ത് വാങ്ങുന്ന ഒരു ഗുണഭോക്താവാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലോട്ടിൽ നിൽക്കുന്ന കൂടുതലും നമ്മുടെ ജനകീയ വാഴവിത്തുകൾ കൂടുതലും നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. നേന്ത്രൻ വെറൈറ്റീസ് ആവട്ടെ, മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്ന വെറൈറ്റി ആവട്ടെ, എല്ലാം നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതികളിലൂടെ കൊടുത്തിട്ടുള്ള വെറൈറ്റീസാണ്. ലൂക്കച്ചായന് വാഴ നടീലിന് പ്രത്യേക സീസണില്ല. എന്നും വാഴകൾ നടും. വാഴ നടാനുള്ള വാഴവിത്തുകളാണ് ഈ കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കുന്നത്. വാഴനടിയിൽ തികച്ചും ശാസ്ത്രീയമാണ്. വാഴവിത്തു നടാൻ ആഴത്തിലുള്ള കുഴികളാണ് എടുക്കുന്നത്. കുഴിയെടുത്താലുടൻ കുഴിയിൽ കുമ്മായമിടും. മണ്ണിന്റെ പുളി കുറയ്ക്കുവാനാണ് കുമ്മായ പ്രയോഗം. കുമ്മായമിട്ട് 10 ദിവസം കുഴി നനയ്ക്കും. തുടർന്നാണ് അടിവളങ്ങൾ ഇടുക. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയുമാണ് അടിവളമായി ഇടുന്നത്. അടിവളങ്ങൾ ഇട്ട് കുഴിയിലെ മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം കുഴിക്കുള്ളിൽ ഒരു ചെറുകുഴി എടുത്താണ് വിത്ത് നടുന്നത്.
നട്ട് മണ്ണടുപ്പിച്ചതിന് മുകളിൽ കരിയില മൂടി പുതയുമിടും. കുഴിയിലെ ഈർപ്പം നിലനിർത്താനും ചൂട് കുറയ്ക്കുവാനുമാണ് കരിയില മൂടുന്നത്. ഇതൊക്കെ ചെയ്യാൻ ലൂക്കച്ചായൻ മുന്നിൽ തന്നെ ഉണ്ടാകും പണിക്കാർക്കൊപ്പം. ലൂക്കച്ചായന്റെ നേന്ത്രവാഴ കൃഷിക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. വാഴകൾ നട്ടാൽ കുലയ്ക്കുന്നതുവരെ വാഴവിത്തുകൾ വളരാൻ അനുവദിക്കില്ല. കുലച്ച ശേഷം വരുന്ന വിത്തുകൾ കുല വെട്ടിയ ശേഷം ഇളക്കി എടുത്ത് കൊള്ളാവുന്നവ അടുത്ത കൃഷിക്ക് ഉപയോഗപ്പെടുത്തും. മോശമായവ ഒഴിവാക്കും. വാഴയ്ക്ക് എന്നും വിളവെടുപ്പുണ്ടാവും. ആവശ്യക്കാർ വീട്ടിലെത്തി വാങ്ങിപ്പോകും. വിൽപ്പന ലൂക്കച്ചായന് ഒരു പ്രശ്നമേ അല്ല. തോട്ടത്തിൽ എപ്പോഴും 2000 മുതൽ 3000 വാഴകൾ പല പ്രായത്തിലുണ്ടാകും. എൻ്റെ വാഴക്കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസവും ഞാൻ വാഴ വയ്ക്കുകയും വെട്ടുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പെട്ടുകൊണ്ടിരിക്കുന്നത്. വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് യാതൊരു കീടനാശിനികളും എൻ്റെ പുരയിടത്തിൽ ഇറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വളം പ്രയോഗം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മഞ്ചേരിക്കുളത്തിന് 5 പ്രാവശ്യം 4 മാസവും വളം മാസം തോറും കൃഷിഭവൻ്റെ പെർമിഷനോടുകൂടി അവരുടെ വളരീതി അനുസരിച്ച് ഇടുകയും മല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടുന്ന വാഴയിലും മറ്റേ ടിഷ്യൂ കൾച്ചർ വാഴയ്ക്കും 6 വളവും ഇടും. ഈ വളപ്രയോഗത്തിൽ ഇതുവരെ യാതൊരു പ്രയാസങ്ങളോ അനുഭവിച്ചിട്ടില്ല. യാതൊരു കീടനാശിനികൾ ഇതിലുണ്ടായിട്ടില്ല. അതിൻ്റെ ആവശ്യം ഉപയോഗിക്കത്തക്കവണ്ണമുള്ള സ്ഥിതി എനിക്ക് വന്നിട്ടില്ല. ഈ കൃഷി വളരെ പ്രയോജനമായിട്ടാണ് ഞാൻ കാണുന്നത്. കമുക് കൃഷിയുമുണ്ട് ലൂക്കച്ചായന്. 400 കമുകുകൾ നട്ടിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവയാണ് ഈ കാണുന്നത്. ചിലതൊക്കെ കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. കമുകിനിടയിലും നേന്ത്രവാഴ കൃഷിയുണ്ട്. ഞാൻ ഏകദേശം 450 കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. അത് മങ്ങളായും സുഗമങ്ങളായുമാണ്. അത് ശാസ്ത്രീയ രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ ഞാൻ ഇടുന്ന ജൈവവളത്തിൻ്റെ സിസ്റ്റത്തിന് മുമ്പ് തന്നെ കുമ്മായം 1/2 കിലോ കുമ്മായം എല്ലാ കവുങ്ങിൻ്റെ ചുവട്ടിലിടുകയും അതിനുശേഷം 15 ദിവസം കഴിയുമ്പോൾ ജൈവവളമായ ആട്ടുംപുഴുക്കോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ കോഴിത്തീട്ടമോ 10 കിലോ ഇടവിട്ട് ഞാൻ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇട്ട് 10 കിലോ ഇടും. 1/2 കിലോ എല്ലുപൊടിയും 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും ഇതിൻ്റെ കൂടെ ഇടുന്നതാണ്. ഈ വളത്തിന് പുറമെ രാസവളത്തിൽപ്പെട്ട ഫാക്ടംഫോസും പൊട്ടാഷ്യം 250 ഗ്രാം വെച്ച് ഇതിനിട്ട് കൊടുക്കും. വളരെ രീതിയിൽ വളരുന്നവരാണ്. മാതൃകാ തോട്ടമായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. പാക്ക മിക്കതിലും കായ്ക്കാൻ തുടങ്ങി. ഏത്തവാഴയും ഇതിൻ്റെ അകത്ത് വെച്ച് ആദായം എടുത്തിട്ടുണ്ട്, ആദായം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൊടിയൂട് അടുത്ത വർഷം ആകുമ്പോൾ ഇതിനെ പിടിപ്പിച്ച് ആദായം എടുക്കണമെന്നുള്ള ഇടവള കൃഷിക്കുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളൊരു നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമുകിൻ്റെയും പരിചരണം കൃത്യമാണ്. മഴക്കാല ആരംഭത്തിൽ തന്നെ കളയെടുപ്പ് നടത്തും. തുടർന്ന് ആദ്യം ചെയ്യുന്നത് കുമ്മായ പ്രയോഗമാണ്. കുമ്മായം ഇട്ട് 10 ദിവസം നനച്ചിടും. തുടർന്നാണ് വളപ്രയോഗം. ആദ്യ വളം ജൈവവളങ്ങളാണ്. വേപ്പിൻ പിണ്ണാക്കും ഒപ്പം ഇട്ടുകൊടുക്കും. മഴ മാറ്റത്തോടുകൂടി രാസവളങ്ങളും പ്രയോഗിക്കും. വളമിട്ടാൽ മണ്ണടുപ്പിക്കണം.
ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അധികം പ്രാധാന്യം കൊടുക്കാതെ വരുന്നൊരു കൃഷിയാണ് അടയ്ക്ക. അപ്പോൾ അടയ്ക്ക കൃഷിയും അദ്ദേഹം ഇവിടെ അവലംബിക്കുന്നുണ്ട്. ഏകദേശം 3 വർഷത്തോളം പ്രായമായിട്ടുള്ള സുമംഗള വെറൈറ്റീസുകൾ അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ റബ്ബർ ഒരു പ്രധാന വിളയായി അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ റബ്ബറിന് അധികം പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ, റബ്ബർ വെട്ടുന്ന ഒരാളുകൾ എല്ലാം വരുമ്പോൾ അതിൽ നിന്ന് വിപരീതമായി റബ്ബർ കൃഷിയിലും അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. പുതിയതായി 2 ഏക്കറോളം റബ്ബർ RRI 430 എന്ന വെറൈറ്റി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയ റബ്ബർ മുറിച്ചു മാറ്റിയ ശേഷം വീണ്ടും 2 ഏക്കറിൽ പുതുതായി ലൂക്കച്ചായൻ നട്ട റബ്ബറുകളാണ് ഈ കാണുന്നത്. RRII 430 എന്ന ഇനത്തിൽപ്പെട്ട റബ്ബറാണിത്. റബ്ബറിനെ ഒഴിവാക്കാൻ അച്ചായൻ തയ്യാറല്ല. റബ്ബറിനും ഭാവിയുണ്ടെന്നാണ് ലൂക്കച്ചായന്റെ പ്രതീക്ഷ. വീടിനു മുൻപിൽ നിരവധി ആരാമസുന്ദരികളെ നട്ട് പരിപാലിച്ചു വരുന്നുണ്ട് ലൂക്കച്ചായന്റെ സഹധർമ്മിണി മോളിയമ്മാമ്മ. അവയ്ക്ക് കൃത്യസമയത്ത് നനയ്ക്കാൻ അമ്മാമ്മ മറക്കാറില്ല. ശ്രീ ഈപ്പൻ ലൂക്ക അയ്യങ്കോവിൽ എഴുമറ്റൂർ കൃഷിഭവൻ പരിധിയിലെ ഒരു മുതിർന്ന കർഷകനാണ്. ഈ 80ാമത്തെ വയസ്സിലും അദ്ദേഹം ഇത്രയധികം കൃഷികൾ കൊണ്ടു നടക്കുന്നത് ഇവിടുത്തെ യുവജനങ്ങളായ കർഷകർക്കൊരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത്തവാഴ കൃഷിയാണ്. അതായത് 365 ദിവസവും ഇദ്ദേഹത്തിന് പല സ്റ്റേജിലുള്ള ഏത്തവാഴകൾ ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ. അതായത് ഒരു 10 കുല വെട്ടിയാൽ 10 വാഴ പുതിയതായിട്ട് വെക്കും. അങ്ങനെയാണ് അദ്ദേഹം ഏത് സമയത്തും എല്ലാ മാസവും കുല വെട്ടാനുണ്ടാവും. എല്ലാ മാസവും പുതിയതായിട്ട് കൃഷി ഇറക്കുന്ന ഒരു കർഷകനാണ്. അതുപോലെ തന്നെ ലോക്കലായിട്ട് പ്രാദേശികമായിട്ട് തന്നെ അദ്ദേഹം വിറ്റഴിച്ചിട്ട് അതിനകത്തുനിന്ന് ലാഭം കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പഴയ റബ്ബർ കർഷകനായിരുന്നു. എല്ലാവരും ഇപ്പോൾ റബ്ബറിൽ നിന്ന് മാറുന്നൊരു സമയത്ത് ഇദ്ദേഹം വീണ്ടും പുതിയതായിട്ട് 2 ഏക്കറോളം സ്ഥലത്ത് റബ്ബർ കൃഷി ഇറക്കിയിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹം കമുക് കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കമുകിൻ്റെ ഇടയ്ക്ക് ഏത്തവാഴയും കൃഷി ചെയ്ത് വരുന്നു. വാർദ്ധക്യ അവശതകളെ പടിക്ക് പുറത്താക്കിക്കൊണ്ട് ഒരു യുവാവിൻ്റെ പ്രസരിപ്പോടെ കൃഷിയിൽ തുടരുന്ന 80 പിന്നിട്ട ഈ കർഷകൻ കാർഷിക കേരളത്തിന് ഒരു പ്രചോദനമാണ്. കൃഷിയുടെ നന്മകളും മേന്മകളും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് മാതൃകയാക്കാം ഇതൊക്കെ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.